ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബയോമേറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന +2 ടോപ്പിക്കിലെ ആദ്യത്തെ പോർഷനാണ്. ആദ്യത്തെ ഒരു എസ്സേയാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെ, അവരുടെ യൂസ് എന്തെല്ലാം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഒരു സ്ലോഗനെയാണ് പറയുന്നത്, ഹം തോ ഹമാരേ ദോ. ഇതെന്തുകൊണ്ടാണ് വന്നത്? നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിച്ചപ്പോൾ അതിലൊരു കുറവ് വരാനായിട്ട് ഒരു അവയർനെസ് ആയിട്ട് കൊണ്ടുവന്ന സ്ലോഗനാണിത്. ഇതിന് എന്താണ് അർത്ഥം? നാം ഒന്ന്, നാം രണ്ട്, നമുക്ക് രണ്ട്. ഇനി അല്ലാതെ ചൈനയിലൊക്കെ അത് 2 കുട്ടികളും പാടില്ല, 1 കുട്ടികളും മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഹം തോ ഹമാരേ ദോ എന്നുള്ള സ്ലോഗനാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്ന ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് സഹേലി എന്ന് പറയുന്നത്. സഹേലി എന്ന് പറഞ്ഞ കോൺട്രാസെപ്റ്റീവ് പില്ലിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിനെ നമ്മൾ വൺസ് ഇൻ എ വീക്ക് പില്ല് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പതിയെ മുന്നോട്ട് പഠിക്കും. സോ ഇത് സഹേലി എന്ന് പറഞ്ഞ വാക്ക് ഒരിക്കലും മറന്നു പോകരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ് ഡയറക്റ്റ് നോക്കാം. മെയിനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 6 എണ്ണമാണ് പറയുന്നത്. ഏതൊക്കെയാണ്? നാച്ചുറൽ മെത്തേഡ്സ്, ബാരിയേഴ്സ്, IUD, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഇഞ്ചെക്റ്റബിൾ ഇംപ്ലാന്റ്സ്, സർജിക്കൽ മെത്തേഡ്സ്. ഓക്കെ, ഓരോന്ന് നോക്കാം. ആദ്യത്തേത് നാച്ചുറൽ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡ് അവോയ്ഡ്സ് മീറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓവം. അപ്പം ഓവത്തിൻ്റെയും സ്പേമിൻ്റെയും മീറ്റിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? നമ്മൾ നാച്ചുറൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നാച്ചുറൽ മെത്തേഡിൽ 3 മെത്തേഡ്സാണ് ഉള്ളത്. ഫസ്റ്റ് ഈസ് പീരിയഡിക് അബ്സ്റ്റിനൻസ്, സെക്കൻഡ് വൺ വിഡ്രാവൽ ഓർ കോയിറ്റസ് ഇൻട്രപ്റ്റസ്, തേർഡ് ലാക്ടേഷണൽ അമ്നോറിയ. എന്താ പീരിയഡിക് അബ്സ്റ്റിനൻസ്? അവോയ്ഡ് കോയിറ്റസ് ഫ്രം ഡേ 10 to 17 of menstrual cycle when ovulation is expected because chances of fertility is very high during this period, hence known as fertile period. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങിയതിന് ശേഷമുള്ള 10 മുതൽ 17 ദിവസം വരെയുള്ള പീരീഡിലാണ് ഓവുലേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പീരീഡ്. അപ്പോൾ ആ സമയത്ത് എന്താണ്? ഫെർട്ടൈൽ പീരീഡ് ആയിരിക്കും. അപ്പോൾ ഫെർട്ടിലിറ്റി കൂടുതലായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളൊരു പീരീഡ് ആയിരിക്കും ഈ 10 തൊട്ട് 17 ദിവസം വരെയുള്ള ആ ഒരു കാലാവധി. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യരുത്? കോയിറ്റസ് ചെയ്യരുത്. അപ്പം കോയിറ്റസ് ഈ സമയത്ത് അവോയ്ഡ് ചെയ്യുന്നതിനെയാണ് പീരിയഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. കോയിറ്റസ് ചെയ്യുകയാണെങ്കിൽ സ്പേം റിമൂവ് ആവുകയും ആ സ്പേം അപ്പോൾ ഓവുലേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമല്ലേ, അപ്പോൾ സ്പേം ചെന്നിട്ട് ഫെർട്ടിലിറ്റി രണ്ടും കൂടെ മീറ്റ് ചെയ്ത് ഫെർട്ടൈൽ ആവും. സോ ആ ഒരു കേസ് ഒഴിവാക്കുക. 10 മുതൽ 17 ദിവസം വരെയുള്ള കേസിൽ കോയിറ്റസിനെ അവോയ്ഡ് ചെയ്യുക. അതാണ് പീരിയഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് വിഡ്രാവൽ ഓർ കോയിറ്റസ് ഇൻട്രപ്റ്റസ്. കോയിറ്റസ് ഇൻട്രപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വജൈനിൽ നിന്നും പെന്നീസിനെ വിഡ്രോവൽ ചെയ്യുന്ന മെത്തേഡാണ് കോയിറ്റസ് ഇൻട്രപ്റ്റസ്. എപ്പോഴാണ് വിഡ്രോ ചെയ്യുന്നത്? ജസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ദ പീക്ക് ലെവലായിരിക്കുന്ന സമയത്ത് ഇജാക്കുലേഷൻ പീരീഡ് ആയിരിക്കും. അപ്പോൾ ഇജാക്കുലേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പെന്നീസിനെ വജൈനയിൽ നിന്നും മെയിൽ പാർട്ട്ണറിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു കേസാണ് കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് പറയുന്നത്. മെയിൽ പാർട്ട്ണറിന് മനസ്സിലാക്കാൻ പറ്റും എപ്പോഴാണ് ഇജാക്കുലേഷൻ സംഭവിക്കുന്നത്. അപ്പം കോയിറ്റസ് നടക്കുമ്പോൾ ഇജാക്കുലേഷൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട്, ഇജാക്കുലേഷൻ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യണം? പെന്നീസിനെ വജൈനയിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിനെയാണ് കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് പറയുന്നത്. സോ ഇത് അവോയ്ഡ് ചെയ്യും. എന്തിനെ അവോയ്ഡ് ചെയ്യും? ഇൻസെമിനേഷനെ അവോയ്ഡ് ചെയ്യും. വജൈനയ്ക്ക് സെമൻ പാസ് ചെയ്യുന്നതിനെ അവോയ്ഡ് ചെയ്യും. ലാസ്റ്റ് എന്ന് പറയുന്നത് ലാക്ടേഷണൽ അമ്നോറിയ. ദ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഡ്യൂറിങ് ഫസ്റ്റ് 6 months ഓഫ് ദ ഇൻറ്റൻസ് ലാക്ടേഷണൽ പീരീഡ്. അപ്പോൾ പാർച്ചുറേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ 6 മാസത്തോളം ലാക്ടേഷണൽ പീരീഡ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ പീരീഡ്? പാല് കൊടുക്കുന്ന സമയം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന സമയത്ത്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഓവുലേഷൻ നടക്കത്തില്ല, അതിന് ചാൻസ് കുറവായിരിക്കും. മാത്രമല്ല മെൻസ്ട്രൽ സൈക്കിളും ആബ്സെൻസ് ആയിരിക്കും. അപ്പം ഈ ഒരു പീരീഡിനെയാണ് ലാക്ടേഷണൽ അമ്നോറിയ എന്ന് പറയുന്നത്. ഈ സമയത്ത് കോയിറ്റസ് ചെയ്താലും ഫെർട്ടൈൽ ആവത്തില്ല എന്നാണ്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കേസൊക്കെ ഒരു ചാൻസ് മാത്രമാണ്. 90% അല്ലെങ്കിൽ 80% ഒക്കെ ചാൻസ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാ ബോഡിയും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. അപ്പം എല്ലാവർക്കും 6 മാസം
മാസം വരെ ആയിരിക്കത്തില്ല ഈ ഒരു കാലാവധി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലാക്ടേഷൻ അമ്നേറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 6 months ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യും അല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റോപ്പ് ആയിരിക്കും. അപ്പോൾ ഓവുലേഷൻ കാണത്തില്ല പോസിബിലിറ്റി. അപ്പം എന്തായിരിക്കത്തില്ല, അപ്പം ഫെർട്ടൈൽ പീരീഡ് ആയിരിക്കത്തില്ല. സോ ആ സമയത്ത് കോയിറ്റസ് ചെയ്യുന്നത് കുഴപ്പമില്ല. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലാക്ടേഷണൽ അമ്നേറിയ പീരീഡ് അല്ലെങ്കിൽ ലാക്ടേഷണൽ അമ്നേറിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ മെത്തേഡ്സ് എന്താ ചെയ്യുന്നത്, സ്പേമിൻ്റെയും ഓവത്തിൻ്റെയും മീറ്റിങ്ങിനെ അവോയ്ഡ് ചെയ്യുന്നു, ഫെർട്ടിലിറ്റിനെ അവോയ്ഡ് ചെയ്യുന്നു. അത് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡ്സാണ് നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ബാരിയർ മെത്തേഡ്. ബാരിയർ മെത്തേഡാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതും മാത്രമല്ല യൂസ്ഫുൾ മാത്രമല്ല ഏറ്റവും ഒരു മിസ്റ്റേക്സും വരാത്ത ചാൻസ് പ്രോബിലിറ്റി കൂടുതലായിട്ടുള്ള ഒരു മെത്തേഡാണ് ബാരിയർ മെത്തേഡ്. ബാരിയർ മെത്തേഡിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് കോണ്ടംസ്. അപ്പം സ്പേമിനെ അല്ലെങ്കിൽ ഓവത്തിനെ ബാരിയറായിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു ബാരിയറായിട്ട് ഒരു മതിൽ കിട്ടുന്നതെന്നൊക്കെ പറയുന്നത് അതാണ് ബാരിയർ. അപ്പം ബാരിയറിൻ്റെ അർത്ഥം അറിയാലോ, പേരിനെ പോലെ തന്നെ. അപ്പോൾ ഒരു ബാരിയർ മെത്തേഡായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഇതുപോലുള്ള കോണ്ടംസ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, ഡയഫ്രം, സെർവിക്കൽ ക്യാപ്സ്, വാൾസ്, അതെല്ലാം. ഇനി കോണ്ടംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ തിൻ റബ്ബർ യൂസ് ടു കവർ പെന്നീസ് ഇൻ മെയിൽ ഓർ വജൈന ആൻഡ് സെർവിക്സ് ഇൻ ഫീമെയിൽസ്. ഇപ്പോൾ മെയിലും ഉണ്ട് ഫീമെയിൽസിലും ഉണ്ട് കോണ്ടംസ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 2ൻ്റെയും ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോണ്ടംസ് ഒരു തിൻ റബ്ബർ ലൈക്ക് സ്ട്രക്ചറാണ്. ഇത് മെയിൽസിൻ്റെ പെന്നീസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. ഇനി ഫീമെയിൽസിനെ ആണെങ്കിൽ സെർവിക്സ് അല്ലെങ്കിൽ വജൈന ആയിരിക്കും കവർ ചെയ്യുന്നത്. അപ്പോൾ കോണ്ടംസിൽ ഇപ്പം മെയിൽസിനെ സെമൻ റിലീസ് ചെയ്താലും അത് വജൈനയിൽ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട് ബാരിയർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, കോണ്ടംസ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെമൻ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി വജൈനയിലും സെർവിക്സിലും ഒരു ബാരിയർ ആയിട്ടായിരിക്കും ഫീമെയിൽസിൽ കോണ്ടംസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ബാരിയർ മെത്തേഡ്. ഇനി ഫീമെയിൽസിലുള്ള മറ്റു ബാരിയേഴ്സാണ് ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ്, വാൾസ്, അതൊക്കെ. അപ്പം ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എന്നിട്ട് പേരുകൾ പഠിച്ചു വെച്ചേക്കണം. ഈ ഒരു പോയിൻ്റ് 2 ഇങ്ങനെ പോയിൻ്റായിട്ട് മാത്രം എഴുതിയാൽ മതി. ഒരു 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ പോസിബിലിറ്റി ചോദിക്കത്തുള്ളൂ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഏറ്റവും കൂടുതൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, ഇനി എന്താണ് ബാരിയർ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ്? അപ്പം ഞാൻ പറഞ്ഞു ബാരിയർ മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ ഈസ് ദേ ആർ ഡിസ്പോസിബിൾ. അത് നമുക്ക് യൂസ് ചെയ്താൽ നമുക്ക് നശിപ്പിക്കാൻ പറ്റും. രണ്ടാമത്തേന്ന് ദേ ആർ സെൽഫ് ഇൻസേർട്ട്. നമുക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്വയം അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡോക്ടറിൻ്റെയോ വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് തന്നെ സ്വയം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പേഴ്സണലായിട്ടൊരു മാറ്ററായിട്ടാണ് നമുക്കത് ഒരു പ്രൈവസി, നമുക്കൊരു പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണ് സെൽഫ് ഇൻസേർട്ടഡ് ആയിട്ട് പറയുന്നത്. പിന്നെന്താ, അതേ റീയൂസബിൾ. നമുക്ക് റീയൂസബിൾ ചെയ്യാൻ പറ്റും. എല്ലാം റീയൂസബിൾ ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് റീയൂസബിൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ കോണ്ടംസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, സെർവിക്കൽ ക്യാപ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പ്രിവെൻറ്റ്സ് കൺസെപ്ഷൻ ബൈ ബ്ലോക്കിംഗ് എൻട്രി ഓഫ് സ്പേം ത്രൂ സെർവിക്സ്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ നോക്കുക. ഓക്കെ, ത്രൂ THROUGH ആണ് ത്രൂ സെർവിക്സ്. അത് ടൈപ്പ് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രിവെൻറ്റ്സ് കൺസെപ്ഷൻസ് ബൈ ബ്ലോക്കിംഗ് എൻട്രി സ്പേം. അത് ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ സെമനെ തടയുന്നത് വഴി സെമനിലുള്ള സ്പേമിനെയാണ് തടയുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രീനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാത്ത വേറൊരു പ്രത്യേകത വേറെ രീതിയിലുള്ള ഒരു മരുന്നുകളോ മെഡിസിൻസോ അല്ല, ജസ്റ്റ് ഇതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വലുതായിട്ടെന്നല്ല, ഇതിന് ഡിസ്അഡ്വാൻറ്റേജസ് ഒന്നുമില്ല. അപ്പം ബാരിയർ മെത്തേഡ് നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു മെത്തേഡാണ്. സോ ബാരിയർ മെത്തേഡ് ഈസ് യൂസ്ഫുൾ ആൻഡ് ആഫ്റ്റർ എഫക്ട്സ് ഇല്ലാത്തത് മാത്രമല്ല, അതിപ്പോൾ നാച്ചുറൽ മെത്തേഡായാലും ഇല്ല. പക്ഷേ നാച്ചുറൽ മെത്തേഡിൻ്റെ കേസിലാണെങ്കിൽ അത് നമുക്ക് പോസിബിലിറ്റി കുറവാണല്ലേ, ചാൻസ് കുറവാണ്, അത് ശരിയാവില്ല എന്നുള്ള ചാൻസ് കുറവാണ്. സോ ബട്ട് ബാരിയർ മെത്തേഡാണെങ്കിൽ പോസിബിലിറ്റിയും കൂടുതലാണ്. മൂന്നാമത്തെ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൻ ഡിവൈസസ് ഓർ IUDs. അപ്പം ഇൻട്രാ യൂട്രൻ ഡിവൈസസ് IUDസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. IUDs എന്തൊക്കെയാണെന്ന് മാത്രം സെപ്പറേറ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എന്താണ് IUDs? ദ ഡിവൈസസ് ഇൻസേർട്ടഡ് ബൈ ഡോക്ടേഴ്സ് ഓർ നഴ്സസ് ഇൻ യൂട്രസ് ത്രൂ വജൈന. ത്രൂ എല്ലാം അങ്ങനെയാണ് കേട്ടോ, THROUGH ജസ്റ്റ് നോക്കിയേക്കണേ. ദ ഡിവൈസസ് ഇൻസേർട്ടഡ് ബൈ ഡോക്ടേഴ്സ് ഓർ നഴ്സസ് ഇൻ യൂട്രസ് ത്രൂ വജൈന. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും സഹായത്തോടെ ഇൻസേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ് IUDs എന്ന് പറയുന്നത്. എവിടെയാണ്? ഫീമെയിൽസിലാണിത് യൂസ് ചെയ്യുന്നത്. ത്രൂ വജൈന, യൂട്രസിലേക്ക് വജൈന വഴിയൊക്കെ വെക്കുന്നതാണ്.
ഓക്കെ, ഇതിനകത്ത് മെയിനായിട്ട് കോപ്പർ റിലീസിങ് അയോഡീസ് ഉണ്ട്, പിന്നെന്താ അല്ലാതെ നോൺ മെഡിക്കേറ്റഡ് അയോഡീസ് ഉണ്ട്, പിന്നെ ഹോർമോൺ റിലീസിങ് അയോഡീസും ഉണ്ട്. കോപ്പർ റിലീസിങ് അയോഡീസ് ആണ് CuT, Cu7 ഒക്കെ, അതായത് കോപ്പർ T, കോപ്പർ 7 ഒക്കെ, പിന്നെ മൾട്ടി ലോഡ് 375. ഇനി വേറെ ഹോർമോൺ റിലീസിങ് അയോഡീസ് ഉണ്ട്. ഒക്കെ ഏതൊക്കെ നോക്കാം. ഇനി കോപ്പർ അയോൺസ് റിലീസിങ് സപ്രസ് ദ സ്പെർം മോട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പെംസ്. ഞാൻ പറഞ്ഞില്ലേ കോപ്പർ റിലീസിങ് അയോഡീസ്, ഇവ എന്താണ് ചെയ്യുന്നത്? സ്പെർമിൻ്റെ മോട്ടിലിറ്റീനെയും സ്പെർമിൻ്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റീനെയും എന്താണ് ചെയ്യുന്നത്? സപ്രസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പർ റിലീസിങ് അയോഡീസ് കോപ്പറിനെ റിലീസ് ചെയ്യുകയും ഈ കോപ്പർ സ്പെർമിൻ്റെ മോട്ടിലിറ്റീനെയും അതിൻ്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റീനെയും സപ്രസ് ചെയ്യുന്നു. അതാണ് കോപ്പർ Tയും കോപ്പർ 7 ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹോർമോൺ റിലീസിങ് അയോഡീസ്. അപ്പോൾ ഹോർമോൺ റിലീസിങ് അയോഡീസ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് മേക്സ് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആൻഡ് സെർവിക് ഹോസ്റ്റൈൽ ടു ദ സ്പെർം. അപ്പം സ്പെർം സർവീസിൽ കൂടെ പോകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കുറയ്ക്കുകയും മാത്രമല്ല നമ്മൾ യൂട്രസിൽ ഇംപ്ലാന്റേഷൻ നൽകും. ഇപ്പോൾ ഫെർട്ടിലിറ്റി സംഭവിച്ചാലും ഇത് രണ്ടും കൂടെ ഫെർട്ടൈലായിട്ട് പിന്നെ യൂട്രസിൽ പോയി ഇംപ്ലാന്റ് ചെയ്യേണ്ടേ. അപ്പോൾ അതായത് ഇംപ്ലാന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നതിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇംപ്ലാന്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്യൂട്ടബിൾ മാറ്റുന്നത് അൺസ്യൂട്ടബിൾ ആയിട്ടാണ് ആക്കുന്നത്. യൂട്രസിന് അതിനൊരു ക്യാപ്പബിലിറ്റി അൺക്യാപ്പബിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഹോർമോൺ റിലീസിങ് അയോഡീസ്. ഓക്കെ, ഇതിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. ഇങ്ങനെ ഹോർമോൺസൊക്കെ റിലീസ് ചെയ്ത് നാച്ചുറലി നമുക്ക് നടക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഇങ്ങനെ ഹോർമോൺസ് റിലീസ് ചെയ്തൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത് എല്ലാവരുടെയും ബോഡിയിൽ ഒരുപോലെ തന്നെ അഫക്റ്റ് ചെയ്യണമെന്നില്ല. സോ അതിൽ ഡിസഡ്വാൻറ്റേജസ് മാത്രമല്ല ആഫ്റ്റർ എഫക്ട്സും ഉണ്ട്. ഓക്കെ, മാത്രമല്ല കോപ്പർ T പോലുള്ള സാധനങ്ങൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ മുറിവ് സംഭവിക്കാനും ഇൻഫെക്ഷൻ സംഭവിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് അയോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ അയോഡീസ് നമ്മൾ പറഞ്ഞു, അയോഡീസ് ഡോക്ടേഴ്സും നഴ്സസൊക്കെ ആയിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് കോപ്പർ റിലീസിങ് അയോഡീസ്, ഹോർമോൺ റിലീസിങ് അയോഡീസ്, പിന്നെ നോൺ മെഡിക്കേറ്റഡ് അയോഡീസ്. കോപ്പർ റിലീസിങ് അയോഡീസ് എന്താ ചെയ്യുന്നത്? ഇങ്ങനെ റിലീസ് ചെയ്യുന്ന കോപ്പർ സ്പെർമിൻ്റെ മോട്ടിലിറ്റിനെയും അതിൻ്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിനെയും സപ്രസ് ചെയ്യുന്നു. പിന്നെ ഹോർമോൺ റിലീസിങ് അയോഡീസ് യൂട്രസിൽ ഇത് ഇംപ്ലാന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അൺസ്യൂട്ടബിൾ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാനുള്ളത് അൺസ്യൂട്ടബിൾ ആക്കുന്നു. അതാണ് ഹോർമോൺ റിലീസിങ് അയോഡീസ് ചെയ്യുന്നത്. ആൻഡ് ആൾസോ സെർവിക്സിൻ്റെ ഹോസ്റ്റിലിറ്റിനെ കുറയ്ക്കുന്നു. സ്പെർമിനുള്ള ഹോസ്റ്റിലിറ്റിനെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഇതാണ് മൂന്നാമത്തെ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നാലാമത്തെ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഓറൽ പിൽസ് ആണ്. ഓറൽ പിൽസ് മെയിനായിട്ട് 6 പോയിൻറ്റ്സ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. നോക്കൂ, പിൽസ് ആർ ടേക്കൺ ഡെയിലി ഫോർ 21 days. ദേ ആർ വെരി എഫക്റ്റീവ് വിത്ത് ലെസ് സൈഡ് എഫക്ട്സ്. Saheli new oral contraceptive contains a non-steroidal preparation. It's a once-a-week pill with a high contraceptive value. Injection or implantation of progesterone or estrogen under the skin. ഓക്കെ, ഇനി ഓറൽ പിൽസ് 21 ദിവസം ഡെയിലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിച്ചാൽ തുടർച്ചയായിട്ട് 21 ദിവസവും കറക്റ്റായിട്ട് ഉപയോഗിക്കണം. ഇടയിലൊരു ഗ്യാപ്പ് വന്നാൽ അത് നമ്മൾ മുമ്പ് ഉപയോഗിച്ചില്ലേ അതെല്ലാം പോവും. പിന്നെ നമുക്ക് 21 days സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതാണ് പിൽസിൻ്റെ പ്രശ്നം. ഓക്കെ, ഇനി ദേ ആർ വെരി എഫക്റ്റീവ് വിത്ത് ലെസ് സൈഡ് എഫക്ട്സ്. ഇനി ഓറൽ പിൽസിൻ്റെ ഉപയോഗം എന്താണ്? അവർക്ക് സൈഡ് എഫക്ട്സ് കുറവായിരിക്കും, അത് മാത്രമല്ല വളരെ എഫക്റ്റീവും ആയിരിക്കും. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പില്ലാണ് സഹേലി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് അബൌട്ട് സഹേലി എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ സഹേലി എന്ന് പറയുന്നത് ഒരു ന്യൂ ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ലാണ്. അപ്പോൾ സഹേലി പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു കോൺട്രസെപ്റ്റീവ് പില്ലാണ്. ഇതൊരു നോൺ സ്റ്റിറോയിഡഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇതിലുള്ളത്. ആൻഡ് ആൾസോ ഇതിനെ വൺസ് എ വീക്ക് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു മുമ്പ് പിൽസ് യൂസ് ചെയ്യുന്നത് 21 ദിവസം തുടർച്ചയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സഹേലി പുതിയൊരു കോൺട്രസെപ്റ്റീവ് പില്ലാണ്. ഇതെന്താ, ആഴ്ചയിൽ 1 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, അത് മാത്രമല്ല ഇനി ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി വേറൊരു ഓറൽ പിൽസിനെയല്ല, പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഉള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള പിൽസ് അല്ലെങ്കിൽ പിൽസിനെ തന്നെയാണ് നമ്മൾ സ്കിന്നിൻ്റെ അണ്ടറിൽ, അതായത് സ്കിന്നിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ വെക്കും. അതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇംപ്ലാന്റ്സ് എന്നാണ് അങ്ങനെയുള്ള സാധനത്തിന് പറയുന്നത്. അങ്ങനെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഒരു തീപ്പെട്ടി കൊള്ളിയാണൊക്കെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്? ഇത് ഒന്നേ പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ ആയിരിക്കും ഇതിലുള്ളത്. അപ്പം ഇതും ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. നമ്മൾ സ്കിന്നിൻ്റെ അടിയിലായിട്ടായിട്ട് ഇംപ്ലാന്റ് ചെയ്യും. ഡോക്ടേഴ്സ് തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ്.
ഇനി സർജിക്കൽ മെത്തേഡിനെ വേറൊരു പേരും പറയും, ദാറ്റ് ഈസ് സ്റ്റെറിലൈസേഷൻ. എന്താ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്? ഫെർട്ടൈലിൻ്റെ ഓപ്പോസിറ്റാണ് സ്റ്റെറൈൽ അല്ലെങ്കിൽ ഇൻഫെർട്ടൈൽ എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഫെർട്ടിലിറ്റീനെ മാറ്റുന്നതിനാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം സ്റ്റെറൈൽ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയത്തില്ല. ഇപ്പോൾ സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താ, റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ലാത്തവരെയാണ് സ്റ്റെറൈൽ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ഇപ്പോൾ സർജിക്കൽ മെത്തേഡ് ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. കംപ്ലീറ്റ്ലി ഇൻഫെർട്ടൈൽ ആക്കാനുള്ള ഒരു മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. It is advisable for male or female partner as a terminal method to prevent any more pregnancies. ഓക്കെ, അപ്പോൾ മെയിലും ഫീമെയിൽ പാർട്ട്നേഴ്സിന് ഇടയിൽ ഇതൊരു ടെർമിനൽ മെത്തേഡാണ്. പ്രഗ്നൻസിനെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് സർജിക്കൽ മെത്തേഡ്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്നും പറയുന്നത്. ഇൻ മെയിൽ ദേ ആർ കാൾഡ് വാസറ്റമി, വേറസ് ദ വാസ് ഡിഫറൻസ് ഈസ് കട്ട് ഔട്ട് എയ്ഡ്. അപ്പോൾ നമുക്കറിയാം വാസ് ഡിഫറൻസ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിലെ ഒരു സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ ഈ വാസ് ഡിഫറൻസ് ആ ട്യൂബിലേക്ക് സ്ട്രക്ചറിനെ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് കെട്ടിവെക്കുന്നു. കട്ട് ആൻഡ് ടൈഡ്, അതിനെയാണ് വാസറ്റമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാസറ്റമി കാണുന്നത് മെയിൽസിലും, തിരിഞ്ഞു പോകരുത്, വാസറ്റമി കാണുന്നത് മെയിൽസിലും. ഇനി അടുത്തത് ട്യൂബറ്റമി. ഇൻ ഫീമെയിൽ ഇറ്റ് ഈസ് കാൾഡ് ട്യൂബറ്റമി, വേറെ സ്മാൾ പാർട്ട് ഓഫ് ഫലോപ്പിൻ ട്യൂബ് ഈസ് കട്ട് ഓർ ടൈഡ് അപ്പ്. അപ്പം മെയിൽസിലാണെങ്കിൽ എന്ത് ചെയ്യും, വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്ത് കെട്ടിവെക്കുന്നു. ഒരു സ്മാൾ പോർഷൻ കട്ട് ചെയ്തിട്ട് കെട്ടിവെക്കുന്നു. ഇനി ഫീമെയിൽസിലാണെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഒരു സ്മാൾ പാർട്ടിനെ കട്ട് ചെയ്തിട്ട് അവിടെ കെട്ടിവെക്കുന്നു. അതിനെയാണ് ട്യൂബക്ടമി എന്ന് പറയുന്നത്. സോ ഇൻ സർജിക്കൽ മെത്തേഡ്സ്, ഇൻ ഫീമെയിൽസ് ദേ ആർ ട്യൂബക്ടമി ആൻഡ് ഇൻ മെയിൽസ് ദേ ആർ വാസറ്റമി. ആൻഡ് ദീസ് മെത്തേഡ്സ് ഈസ് ഹൈലി എഫക്റ്റീവ് ബട്ട് ദെയർ റിവേഴ്സിബിലിറ്റി ഈസ് വെരി പുവർ. ഓക്കെ, നമ്മൾ ഒരുപാട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പറഞ്ഞു. ഇപ്പോൾ നാച്ചുറൽ മെത്തേഡ് ആയിക്കോട്ടെ, ബാരിയർ മെത്തേഡ് ആയിക്കോട്ടെ, ഓറൽ പിൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ, അതെല്ലാം വേണ്ട എന്ന് വെക്കുക, നമുക്ക് പ്രഗ്നൻ്റ് ആവണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കത് സാധിക്കും. പക്ഷേ സർജിക്കൽ മെത്തേഡ് ആണെങ്കിൽ ഹൈലി ഇത് എഫക്റ്റീവ് ആയിരിക്കും, പക്ഷേ നമുക്കിതിൻ്റെ റിവേഴ്സിബിലിറ്റി ഭയങ്കര കുറവായിരിക്കും, നല്ല കുറവായിരിക്കും. അതിൻ്റെ മിറാക്കിളായിട്ടുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ അത് റിവേഴ്സായിട്ട് വീണ്ടും നമുക്ക് പ്രഗ്നൻ്റ് ആവണമെന്ന് വിചാരിച്ച ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം എന്താ അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്? ദിസ് മെത്തേഡ് ഈസ് വെരി എഫക്റ്റീവ് ബട്ട് ദെയർ റിവേഴ്സിബിലിറ്റി ഈസ് വെരി പുവർ. ഓക്കെ, ഇനി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, നമ്മൾ ഒരുപാട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മാത്രമല്ല, ഇതിന് എന്താണ് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ദി സൈഡ് എഫക്ട്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അങ്ങനെയും ചോദിക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ സെലക്ഷൻ ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഷുഡ് ബി ടേക്കൺ അണ്ടർ ദി കൺസൾട്ടേഷൻ ഓഫ് ദ ഡോക്ടേഴ്സ്. അപ്പം സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ ചെയ്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യാവൂ. ചിലപ്പം ഇപ്പം പ്രൊജസ്ട്രോൺ നേച്ചറും കോമ്പിനേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഡോസേജൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഡോക്ടേഴ്സിൻ്റെ ഇതില്ലാതെ നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് വരും. നമ്മുടെ ബോഡിയിൽ അത് എത്രത്തോളം അതിനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അഡ്വൈസ് മേടിച്ചിട്ട് മാത്രമേ നമുക്കത് യൂസ് ചെയ്യാവൂ. Second one, however, there are possible ill effects like nausea, then abdominal pain, breakthrough bleeding, irregular menstrual bleeding or even breast cancer. അപ്പോൾ എന്തെല്ലാം രോഗങ്ങളുണ്ടാവാം? നൗസിയ, ദെൻ അബ്ഡോമിനൽ പെയിൻ, ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്. കോപ്പർട്ടിയൊക്കെ വയ്ക്കുമ്പോഴാണ് മെയിനായിട്ട് ബ്ലീഡിങ് ഒക്കെ സംഭവിക്കുന്നത്. നമുക്ക് ഡോക്ടറാണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിലും അത് വെച്ച് ശരിയായില്ലെങ്കിൽ നമ്മൾ വജൈനയിലേക്ക് തട്ടി അത് മുറിവാവാൻ ചാൻസ് ഉണ്ട്. എന്താ, മെൻസ്ട്രൽ ബ്ലീഡിങ് ഇറഗുലർ ആവാം. നമ്മൾ ഈ പിൽസൊക്കെ കഴിക്കുന്നത് കൊണ്ട് മെൻസ്ട്രൽ ബ്ലീഡിങ് ഒക്കെ ചിലപ്പോൾ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷനൊക്കെ ഹൈ ആവുകയും ഒക്കെ ചെയ്താൽ നമുക്ക് അളവിനനുസരിച്ച് അല്ലാതെ ഡോസേജ് നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോഴെല്ലാം എന്താവും, മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഇറഗുലാരിറ്റി ഉണ്ടാവും. ആൻഡ് ആൾസോ ബ്രസ്റ്റ് ക്യാൻസർ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദീസ് സിംറ്റംസ് ഷുഡ് നോട്ട് ബി ടോട്ടലി ഇഗ്നോർഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് ഇല്ല എഫക്ട്സ് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണ്, ഇങ്ങനെ കാണിക്കുന്ന ഇല്ല എഫക്ട്സ് നമുക്ക് ടോട്ടലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അതിനെ പെട്ടെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല.
ആൻഡ് ഓൾസോ ഇതിൻ്റെ സിംറ്റംസിനെയൊക്കെ നമുക്ക് ടോട്ടലി ഇഗ്നോർ ചെയ്യാനും പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഓറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡ്സ് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ അല്ല. സോ ബാക്കിയുള്ള ഓറൽ പിൽസ് പിന്നെ അല്ലാത്ത ബാക്കി IUDs ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന സിംറ്റംസ് നമുക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ് അല്ലേ. അപ്പം നമുക്ക് ഡയഗ്നോസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ബ്രസ്റ്റ് ക്യാൻസർ വരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൻ്റെ യൂസേജസ് പറഞ്ഞു, 6 കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഇത്ര മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ അല്ലാതെ വലിച്ചു വാരി ടെക്സ്റ്റ് ബുക്കിൽ അത്രയൊന്നും പഠിക്കുകയൊന്നും വേണ്ട. അപ്പം ഇത്രയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നുള്ള നിങ്ങൾ ആൻസർ ചെയ്യാനുള്ള ഒരു രീതി. ഓക്കെ, ഇപ്പം ഒരു 4 മാർക്കിന് 5 മാർക്കിനൊക്കെ എസ്സേ ആണെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പേരെഴുതി ജസ്റ്റ് ഇതുപോലെ പോയിന്റ് എഴുതിയിട്ട് ലാസ്റ്റ് ചെയ്യുന്നത് സൈഡ് എഫക്ട്സ് ഒക്കെ ഒന്ന് എഴുതണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ടീച്ചേഴ്സിനെ കയ്യിലെടുക്കണമെന്ന് പറയുമല്ലോ, അപ്പം അങ്ങനെ കയ്യിലെടുക്കാൻ സാധിക്കണമെങ്കിൽ ഇത്രയും എഴുതണം. സൈഡ് എഫക്ട്സും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും എല്ലാം എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. നമുക്കിനി വേറെ ചാപ്റ്റേഴ്സിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സ് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻ. അപ്പോൾ ഈ നോട്ട് മാത്രം നിങ്ങൾ വായിച്ചാൽ മതി. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. നല്ലോണം പഠിക്കുക. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. താങ്ക് യു. സീ യു സൂൺ.